ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സും അത് കണ്ടിന്യൂവേഷൻ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 141 ഇല്ലസ്ട്രേഷൻ 19 ആണ്. പേജ് നമ്പർ 141 ഇല്ലസ്ട്രേഷൻ 19. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കുട്ടികൾ അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് വെച്ച് ഒന്ന് ക്ലാസ് ഫോളോ ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു യൂണിയൻ ബാങ്ക് ഫോർ ദി ഇയർ ended 31/3/2017 പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി അതിൽ വരുന്ന ഓരോ ഐറ്റംസ് ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് 62,22,000, 62,22,000. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ് 28,56,000. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് 12,52,000. കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് 6,83,100. ഡയറക്ടേഴ്സ് ഫീസ് 3,20,000. Salary and allowances 9,20,000. Rent received 1 lakh. Audit fees 12,000. Advertising 88,000. Depreciation 1,10,000. Repairs 16,000. Profit and loss account balance 31/3/2016, അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആണ്, ഈക്വൽ ടു 1,30,000. ഇത്രയാണ്. നമുക്ക് ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. അതിന് മുൻപായിട്ട് ഈ തന്നിട്ടുള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ തന്നിട്ടുള്ള ഐറ്റംസ്, എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല, തന്നിട്ടുള്ള ഐറ്റംസ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് തന്നെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇത് റെസിപ്റ്റ് ആണോ എക്സ്പെൻസ് ആണോ എന്ന് നോക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെ ഇല്ല. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. അടുത്ത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന ഡെപ്പോസിറ്റ് എക്സ്പെൻഡിച്ചറാണത്. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചറാണ്, വായിച്ചാൽ മനസ്സിലാവും. കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഡയറക്ടേഴ്സ് ഫീസ്, സാലറി ആൻഡ് അലവൻസസ്, റെൻറ്റ് റിസീവ്ഡ്. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് ഫീസും സാലറി ആൻഡ് അലവൻസസും നമ്മുടെ എക്സ്പെൻസസ് ആണ്. റെൻറ്റ് റിസീവ്ഡ് ആണ്, നമ്മുടെ അതർ ഇൻകത്തിൽ വരുന്നതാണ്. ഓഡിറ്റ് ഫീസ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസിങ് എക്സ്പെൻസസ് ആണ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പി ആൻഡ് എൽ അക്കൗണ്ട്. നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് ഇയേഴ്സ് ബാലൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത അഡീഷണൽ ഇൻഫർമേഷനാണ്. അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞത് ദ ബാങ്ക്സ് അഡ്വാൻസസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ബാങ്കിൻ്റെ അഡ്വാൻസസ് നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്റ്റാൻഡേർഡ് അസറ്റ്സ് 83 lakhs. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് സെക്യൂർഡ് 13 lakhs. സ്റ്റാൻഡേർഡ് അസറ്റ് 83 lakhs, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് 13 lakhs ആണ്. തേർഡ് പോയിന്റ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഡൗട്ട്ഫുൾ അസറ്റ്സിന് 1 year ഡൗട്ട്ഫുൾ അസറ്റിന് 3 lakh, 2 yearന് 3,60,000, മോർ ദാൻ 3 yearന് 60,000. ലോസ് അസറ്റിന് 60,000. അപ്പോൾ ഇത് അടുത്തായിട്ട് വായിക്കാം. രണ്ടാമത്തായിട്ടാണ് പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ 60,000. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 10,000. ദെൻ നാലാമത്തെ പോയിന്റ്, ഡയറക്ടേഴ്സ് സജസ്റ്റ് എ ഡിവിഡൻഡ് ഓഫ് ₹3 lakh ഓൺ ഷെയർസ്. ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു 3 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 lakh rupees ഡിവിഡൻഡ് കൊടുക്കണം. ആര് ഡിവിഡൻഡ് കൊടുക്കണം? ഡയറക്ടേഴ്സ് കൊടുക്കണം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബാങ്ക്സ് അഡ്വാൻസസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് ഫോളോസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റിൽ അസറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ് ഉണ്ട്, ലോസ് അസറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷനും അതിനൊക്കെ എത്ര ശതമാനം പ്രൊവിഷൻ ചെയ്ത് വെക്കണമെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ പോയിന്റ് നമ്മൾ ഇത് എടുത്താൽ മാത്രമേ നമുക്ക്, അതിൽ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ളതാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ പറയാം. അത് പേജ് നമ്പർ 131 131 പേജിൽ സ്റ്റാൻഡേർഡ് അസറ്റിലൊരു 3 ഐറ്റം ഉണ്ട്. അതർ ലോൺ അസറ്റ്സ് ഉണ്ട്, അഡ്വാൻസസ് ഉണ്ട്, ഡയറക്റ്റ് ലോൺ ടു അഗ്രികൾച്ചർ ആൻഡ് SMEs ഉണ്ട്. അപ്പം ഇതിൽ അതർ
ലോണിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡേർഡ് അസറ്റിൽ 0.40 ആണ്. 0.40% ആണ് സ്റ്റാൻഡേർഡ് അസറ്റ് അതർ ലോൺസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സബ് സ്റ്റാൻഡേർഡ് അസറ്റിൽ പറഞ്ഞിട്ടുള്ളത് സെക്യൂർഡ് ലോൺ ആണെങ്കിൽ 15%, അൺസെക്യൂർഡ് ലോൺ ആണെങ്കിൽ 25% പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. ലോസ് അസറ്റിനെ നോക്കാനില്ല 100%, ഡൗട്ട്ഫുൾ അസറ്റ് എബവ് 3 years ആണെങ്കിൽ 100%, അപ് ടു 1 year ആണെങ്കിൽ 25%, എക്സീഡിങ് 1 year ബട്ട് ബിലോ 3 year ആണെങ്കിൽ എത്രയാണ് 40%. ഇങ്ങനെയൊക്കെയാണ് റേറ്റ്. ഞാൻ ഒന്നുകൂടി റേറ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് എന്ത് കാണാനുള്ള പോയിൻ്റാണ്, നമ്മുടെ പ്രൊവിഷൻ കാണാനുള്ള, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്നുള്ള ഹെഡിൽ പ്രൊവിഷൻ കാണാനുള്ള പോയിൻറ്റ്സാണ് ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്ത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം കഴിഞ്ഞു. സാധാരണ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2017 എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ആ ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ കോളംസൊക്കെ സാധാരണ പ്രൊവൈഡ് ചെയ്യുക. ഒന്നാമത്തെ ഹെഡ് കൊടുക്കുക, ഇൻകം എന്നുള്ള ഹെഡ് കൊടുക്കുക. ഇൻകം എന്നുള്ള ഹെഡിൽ ഇൻട്രസ്റ്റ് ഏൺഡ് 13th ഷെഡ്യൂൾ നമ്പർ എഴുതി വയ്ക്കുക. രണ്ടാമത്തെ അതർ ഇൻകം 14th ഷെഡ്യൂൾ നമ്പറിൽ 14 എഴുതി വയ്ക്കുക. ടോട്ടൽ എന്നുള്ള സ്പേസ് അവിടെ പേരവിടെ എഴുതി വയ്ക്കുക. ടോട്ടൽ എന്നുള്ള ഹെഡിങ് എഴുതി വയ്ക്കുക. ടോട്ടൽ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ മെയിൻ ഐറ്റം എക്സ്പെൻഡിച്ചറിനുള്ള ഐറ്റംസ് എഴുതി വയ്ക്കുക. 3 ഹെഡിങ് ആണ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് 15ാമത്തെ ടെക്സ്റ്റിൽ 15ാമത്തെ ഷെഡ്യൂൾ എഴുതിയിട്ടില്ല, അതൊരു ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്, ടെക്സ്റ്റിൽ എഴുതാൻ വിട്ടുപോയത് അവിടെ ഇല്ലയെന്ന് വിചാരിക്കരുത്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് 15ാമത്തെ നമ്പറാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 16ാമത്തെ ഷെഡ്യൂളാണ്. പിന്നെ അടുത്ത ഐറ്റം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് 2 ഹെഡാണ് വരുന്നത്. 5,67,200 അതുപോലെ തന്നെ 60,000 പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ നമുക്ക് നോക്കാം. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് അവിടെ എഴുതി വയ്ക്കുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പറയുന്നത് എന്താണ്, 2 ഐറ്റമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റമാണ് വരുന്നത്. ഈ 2 ഐറ്റം എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റാണ്. അതിനുള്ള സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. ടോട്ടൽ എഴുതാനുള്ള സ്പേസ് കൊടുക്കുക. 4ാമത്തെ പോയിൻ്റ് അപ്രോപ്രിയേഷൻസ് ആണ്. അപ്രോപ്രിയേഷൻസിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25%, അതിനുള്ള സ്പേസ് വിടുക. പ്രപ്പോസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതിന് സ്പേസ് വിടുക. ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്പേസ് വിടുക. ബാലൻസ് ക്യാരീഡ് ടു ബാലൻസ് ഷീറ്റ്, ബാലൻസ് ക്യാരീഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്, അതും സ്പേസ് വിടുക. ടോട്ടലിനുള്ള സ്പേസ് വിടുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം, ഇത്രയും പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ നമ്പർ 13 വീണ്ടും എഴുതുക. ഷെഡ്യൂൾ നമ്പർ 13 നമ്മൾ ഹെഡിങ് കൊടുക്കുക. വർക്കിങ്സിലാണ് കൊടുക്കേണ്ടത്. ഹെഡിങ് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഏൺഡ്. ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്താണ് വേണ്ടത്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് നോക്കുക. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഒന്നുകൂടി കുട്ടികൾ വായിച്ചു നോക്കുക. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ. അപ്പോൾ അത് എഴുതി വയ്ക്കുക. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എഴുതി വയ്ക്കുക. ഇനി ഡിസ്കൗണ്ടിലാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. എന്താണ്, റിബേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് റിബേറ്റ് ആഡ് ചെയ്യണം, ക്ലോസിംഗ് റിബേറ്റ് ലെസ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് റിബേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഓപ്പണിംഗ് റിബേറ്റ് ഉണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഓപ്പണിംഗ് റിബേറ്റ് കാണാനില്ല. ക്ലോസിംഗ് റിബേറ്റ് അഡീഷണൽ ഇൻഫർമേഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. യെസ്. 3ാമത്തെ പോയിൻ്റാണ് ക്ലോസിംഗ് റിബേറ്റ് 10,000. ആ 10,000 കുറയ്ക്കുക. 10,000 കുറച്ചതിന് ശേഷം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് 62,22,000 ലെസ് എന്താണ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 10,000 കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 62,12,000 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്ന 13ാമത്തെ ഷെഡ്യൂളിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അതർ ഇൻകം ഇല്ല അതിൽ, അതർ ഇൻകം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ പോയിൻ്റ് ടോട്ടൽ 13ാമത്തെ ഷെഡ്യൂളിൻ്റെ ടോട്ടൽ 62,12,000 അതർ ഇൻകം പറഞ്ഞിട്ടില്ല എന്നല്ല, അതർ ഇൻകം അല്ല, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒറ്റ ഐറ്റേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തത് 13 കഴിഞ്ഞാൽ അടുത്ത ഐറ്റം എന്താ, 14 അതായത് അതർ ഇൻകംസ്. ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ അല്ലാതെ ബാങ്കിൻ്റെ മറ്റ് ഇൻകംസ് ആണ് പറയുന്നത്. മറ്റ് ഇൻകംസ് കുട്ടികളൊന്ന് സെർച്ച് ചെയ്യുക പ്രോബ്ലത്തിൽ. കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് അത് എഴുതി വയ്ക്കുക. അടുത്ത ഒരു അതർ ഇൻകത്തിൽ വരുന്ന ഒരു ഐറ്റമാണ് കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് 6,83,100.
ദെൻ അടുത്ത ഐറ്റം റെൻറ്റ് റിസീവ്ഡ് 1 lakh എഴുതി വയ്ക്കുക. വേറെ ഐറ്റംസ് ഒന്നുമില്ല, 2 ഐറ്റമേ ഉള്ളൂ, രണ്ടും കൂടി കൂട്ടുക. ടോട്ടൽ 7,83,100, 7,83,100. ഇതാണ് നമ്മുടെ ടോട്ടൽ അതരംഗത്തിൽ ടോട്ടൽ വരുന്നത്. 7,83,100 നോക്കുക. അടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ ഷെഡ്യൂൾ എഴുതുക. അത് കഴിഞ്ഞാൽ ഷെഡ്യൂള് 15, അടുത്ത ഷെഡ്യൂൾ എഴുതുക. 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവ് വന്നിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ ഓരോന്നായിട്ട് നോക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ്, മനസ്സിലായല്ലോ. നമ്മൾ ഡെപ്പോസിറ്റ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ചിലവ് വന്നിട്ടുള്ള ഐറ്റമാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ് അതെടുത്ത് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എത്രയാണ് എമൗണ്ട്? 28,56,000. തൊട്ട് താഴെ തന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്. 12,52,000 അതും എടുത്ത് എഴുതുക. 12,52,000. ടോട്ടല് 41,08,000. 41,08,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ വരുന്നത്. അതവിടെ വയ്ക്കുക. അടുത്ത ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എവിടെയൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം. കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് കഴിഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സ് ഫീസ്, സാലറി ആൻഡ് അലവൻസ്, റെൻറ്റ് റിസീവ്ഡ് ഇൻകാണ് നമ്മൾ നേരത്തെ എടുത്തു. അപ്പോൾ ഡയറക്ടേഴ്സ് ഫീസ്, സാലറി ആൻഡ് അലവൻസസ്, ഓഡിറ്റ് ഫീസ്, അഡ്വർടൈസിങ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്. 3 ഐറ്റംസ് ഒന്നുകൂടി പറയാം. ഡയറക്ടേഴ്സ് ഫീസ്, സാലറി ആൻഡ് അലവൻസസ്, ഓഡിറ്റ് ഫീസ്, അഡ്വർടൈസിങ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്. 3 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക? 3 ഐറ്റംസ് എടുത്തെഴുതുക. ഐറ്റംസ് എടുത്തെഴുതുമ്പോൾ നമുക്ക് ടോട്ടൽ 14,66,000 കിട്ടും. അതവിടെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ 13, 14, 15, 16 ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബാങ്ക്സ് അഡ്വാൻസസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് ഫോളോസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞു തരുന്നത് നമുക്ക് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ. ബാങ്കിൻ്റെ അഡ്വാൻസസിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് ബാങ്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മളെവിടെയാണ്? എക്സ്പെൻഡിച്ചർ എന്നുള്ള ഹെഡിൽ ലാസ്റ്റ് നമ്മൾ വിത്തൗട്ട് ഷെഡ്യൂൾ നമ്പർ ഒരു ഹെഡ് ഉണ്ട്. എന്താണ്? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്നുള്ള ഹെഡ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്നുള്ള ഹെഡിൽ കൃത്യമായിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യണം. ഏത്? നമ്മുടെ ഈ ബാങ്കിൻ്റെ അഡ്വാൻസസ് നോക്കി ഓരോന്നിനും വേണ്ടപ്പെട്ട പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ അങ്ങനെ ടോട്ടലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇതുപോലെ ടേബിൾ പോലെ വരയ്ക്കാം. അസറ്റിൻ്റെ പേര് എഴുതുക, എമൗണ്ട് എഴുതുക, പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ എഴുതുക, എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എഴുതുക കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ സോൾവ് ചെയ്തതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് നേരത്തെ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത ഭാഗത്തിലേക്കൊന്ന് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു പേജ് നമ്പർ 131 131 ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് അഡ്വാൻസസ്, ബാങ്ക് അഡ്വാൻസസ് ഫോർ ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പൊസിഷനിങ് എന്നുള്ള ഹെഡിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബാങ്കിൻ്റെ പ്രൊവിഷൻസ് തീരുമാനിക്കാൻ, ബാങ്ക് അഡ്വാൻസസിൻ്റെ പ്രൊവിഷൻസ് തീരുമാനിക്കാനുള്ള ഒരു ക്രൈറ്റീരിയൻ അവിടെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 131. അത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് അസറ്റാണ്. ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യണം ആ ടോപ്പിക്ക്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് നോർമൽ അസറ്റ് ആണെങ്കിൽ 0.40%, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് ആണെങ്കിൽ 15%, അൺസെക്യൂർഡ് ആണെങ്കിൽ 25%, ലോസ് അസറ്റ് ആണെങ്കിൽ 100%, എബോവ് 3 ആണെങ്കിലും ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അല്ലെങ്കിൽ ലോസിൻ്റെ അതേപോലെ തന്നെയാണ് 100%, അപ് ടു 1 ഇയർ ആണെങ്കിൽ 25%, ഡൗട്ട്ഫുൾ അസറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ദെൻ എക്സീഡിങ് 1 ഇയർ ആൻഡ് ബിലോ 3 ഇയേഴ്സ് ആണെങ്കിൽ 40%. ഇത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സബ്സ്റ്റാൻഡേർഡ് അസറ്റാണ്, അത് എഴുതി വയ്ക്കുക. എമൗണ്ട് 83 lakhs ആണ്, അത് എഴുതി വയ്ക്കുക. പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞുള്ളൂ 0.40 എന്ന് പറയുമ്പോൾ 83 ലക്ഷത്തിൻ്റെ 0.40% എന്ന് പറയുമ്പോൾ 33,200. അടുത്ത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് ആണെങ്കിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15% പെർസെൻറ്റേജ്, 15% ആണ് അതിൻ്റെ പ്രൊവിഷൻ. എമൗണ്ട് 13 lakhs ആണ്, 13 ലക്ഷമാണ്.
13 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുമ്പോൾ 1,95,000. ഇനി ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ്. ഡൗട്ട്ഫുൾ ഡെപ്സിൽ 1 ഇയർ അപ് ടു 1 ഇയർ ആണെങ്കിൽ എത്രയാണ്? 25% ആണ് സെക്യൂർഡിന്, ഡൗട്ട്ഫുള്ളിന്. അപ്പോൾ 3 ലാഖിന് 25% വെച്ച് 75,000. ഇനി എബോവ് 1 ഇയർ ആൻഡ് ബിലോ 3 ഇയർ, എബോവ് 1 ഇയർ ആൻഡ് ബിലോ 3 ഇയറിന് 40% ആണ്. ദാറ്റ് ഈസ് 2 ഇയേഴ്സിൻ്റെ ഒരു ടോപ്പിക് ഉണ്ട്. അതിന് 3,60,000 40% വെച്ച് 1,44,000. മോർ ദാൻ 3 ഇയേഴ്സ്, മോർ ദാൻ 3 ഇയേഴ്സ് ഞാൻ പറഞ്ഞു ലോസ് അസെറ്റ് പോലെയാണ് കണക്കാക്കുക. അപ്പോൾ 100%, 60,000 ഫുള്ളായിട്ട്. ലോസ് അസെറ്റ് 60,000 ആണ്, അതിന് ഫുള്ളായിട്ട് 100% 60,000. അപ്പോൾ പ്രൊവിഷൻസ് കോളം എമൗണ്ട് കോളം കൂടി കൂട്ടിയാൽ ടോട്ടൽ പ്രൊവിഷൻസ് വരുന്നത് 5,66,200 ആണ്. 5,67,200 ആണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്തിലേക്ക് പോവാം? നമ്മുടെ വരച്ച് വെച്ചിട്ടുള്ള P&L അക്കൗണ്ടിലേക്ക് പോവാം. വരച്ച് വെച്ചിട്ടുള്ള P&L അക്കൗണ്ടിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യുക? ആദ്യം ഇൻകം എഴുതിയിട്ടുണ്ടാവും. ഇൻകത്തിന് താഴെ ഇൻട്രസ്റ്റ് ഉണ്ട്. 13 നേരെ നമ്മുടെ എമൗണ്ട് എഴുതുക. നമ്മുടെ എമൗണ്ട് 62,12,000 ആണ്. അത് എഴുതി വയ്ക്കുക. തൊട്ട് താഴെ അതർ ഇൻകം, അതർ ഇൻകത്തിൽ ഷെഡ്യൂൾ നമ്പർ 14 ആണ്. നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 7,83,100 ആണ്. അത് എഴുതി വയ്ക്കുക. അപ്പോൾ ടോട്ടല് 69,95,100 കിട്ടും. 69,95,100. ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഇൻകം കൂടി ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 69,95,100 ആണ്. ഇനി എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഒരു 41,08,000 നമുക്ക് 15ാമത്തെ ഹെഡിൽ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നൊരു 14,66,000 14,66,000. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു പ്രൊവിഷൻ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? നമ്മൾ വർക്കിങ്സിൽ പ്രൊവിഷൻ കണ്ടുപിടിച്ചിട്ട് 5,66,000 പിന്നെ ഒരു രണ്ടാമത്തെ അഡീഷണൽ ഇൻഫർമേഷനിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ. പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ, പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ, പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് 60,000 രൂപയാണ്. രണ്ടും കൂടി കൂട്ടുക. രണ്ടും കൂടി കൂട്ടിയിട്ട് ഉള്ള എമൗണ്ട് രണ്ടും കൂടി കൂട്ടുമ്പോൾ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6,27,200 ആണ്. 6,27,200. 6,27,200. അപ്പോൾ എക്സ്പെൻഡിച്ചർ അത് 6,27,200 ആണ്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്നുള്ള ഹെഡിൽ വരുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിച്ച പ്രൊവിഷൻ 5,67,200 ആണ്. 5,67,200 കൂടെ നമുക്ക് ഇവിടെ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അത്രയാണ് 60,000 ആണ്. അതുകൂടി കൂട്ടിയിട്ട് 6,27,200 ആണ്. 6,27,200 ആണ് നമ്മുടെ ടോട്ടൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതുകൂടി കൂട്ടുമ്പോൾ ടോട്ടൽ വരുന്നത് എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ വരുന്നത് 62,100,200 ആണ്. 62,1,200. 62,1,200 ഇതാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 69,95,100 ആണ്. 69,95,100 ആണ് നമ്മുടെ ഇൻകം. എക്സ്പെൻസ് 62,100,200 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ വരിക. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആയിട്ട് വരുന്നത്. അപ്പോൾ തേർഡ് പോയിൻ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് തേർഡ് പോയിൻ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എഴുതിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുക. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്? 7,93,900. 7,93,900. ഇനി കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് നോക്കി നോക്കുക. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് ലാസ്റ്റ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷനെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,39,000. 1,30,000. അപ്പോൾ 1,30,000 എന്ന് പറയുമ്പോൾ
1,30,000 എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൂടി ഇവിടേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9,23,900 ആണ്. 9,23,900 നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. ഇനി അപ്രോപ്രിയേഷൻസ് ആണ്. അപ്രോപ്രിയേഷൻസിൽ ആദ്യം ചെയ്യേണ്ടത് 25% ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ 25% നമ്മൾ എന്തിലേക്ക് മാറ്റണം? റിസർവിലേക്ക് മാറ്റണം അല്ലേ? ആ 25% എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 7,93,900 ആണ്. അതിൻ്റെ 25% എന്ന് പറയുന്നത് 1,98,475 ആണ്. അത് മാറ്റുക. പിന്നീട് എന്ത് ചെയ്യുക? പിന്നീട് നമ്മൾ പ്രപ്പോസ് ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്, അതൊരു 3 ലക്ഷം എഴുതുക. വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഡിഫറൻസ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ടുള്ള 1,98,475 പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് ആയിട്ടുള്ള 3 lakhs കുറച്ച് ബാക്കിയുള്ള 4,25,425 4,25,425 ആണ് ബാലൻസ് വരുന്നത്. ആ ബാലൻസ് എവിടേക്ക് മാറ്റുക? ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റാണ് നമ്മുടെ ഇനിയുള്ള ടോപ്പിക്ക്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബാങ്കാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റാണ്. ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റും അതിൽ വരുന്ന ഷെഡ്യൂളുകളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൽ വരുന്ന ഓരോ ഐറ്റംസും എന്തൊക്കെയാണെന്ന് നോക്കാം, സ്പെഷ്യൽ ഐറ്റംസ്. അപ്പോൾ ആദ്യം ഷെഡ്യൂൾ തന്നെ നോക്കാം നമുക്ക്. ഷെഡ്യൂൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫോം എയിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കമ്പനീസ് ആക്ടിൽ ഫോം എയിലാണ് ഈ 12 ഷെഡ്യൂളുകളും പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫോം എ പ്രകാരമാണ്. എന്തൊക്കെയാണ് ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂൾ എല്ലാവരോടും ബൈ ഹാർട്ട് തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾ നമ്പർ 1, ദ ഡീറ്റെയിൽസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ ഷെയർ ക്യാപിറ്റൽ. ഷെഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ, അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നേരത്തെ ഡിസ്കസ് ചെയ്താണ്, പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് പോകാം. ഷെഡ്യൂൾ നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ. ഷെഡ്യൂൾ നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഷെഡ്യൂൾ നമ്പർ 3 ഡെപ്പോസിറ്റ്സ്. ഷെഡ്യൂൾ നമ്പർ 4 ബോറോയിങ്സ്. ഷെഡ്യൂൾ നമ്പർ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. Other liabilities and provision, that is schedule number 5. Schedule number 6 cash and bank balances. Cash and bank balances with അല്ലെങ്കിൽ balances with RBI. Then schedule number 7 balances with bank and money at call and short notice. Balances with bank and money at call and short notice. Schedule number 8 investments. Schedule number 9 advances. Schedule number 10 fixed assets. Schedule number 11 other assets. And schedule number 12 contingent liabilities. ഇപ്പോൾ ഇവിടെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 12 ബാലൻസ് ഷീറ്റിനകത്ത് എഴുതാൻ പാടില്ല. ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് കാണിക്കേണ്ട ഷെഡ്യൂളാണ് ഷെഡ്യൂൾ നമ്പർ 12 എന്ന് പറയുന്നത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഇത് നമ്മളുടെ ഇവിടെ പറയുന്നത് പേജ് നമ്പർ 144 കുട്ടികൾ ടെക്സ്റ്റ് ഒപ്പം എടുത്തു വെച്ചിട്ട് ക്ലാസ് ഫോളോ ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് നേരത്തെ പറഞ്ഞതാണ്. ഈ ഷെഡ്യൂളൊക്കെ കുട്ടികൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പഠിക്കണം. അതുകൂടാതെ ഇനി വരുന്ന ചില ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ്. ഇനി ചില പ്രത്യേകതയുള്ള ഐറ്റംസ്, കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്. ആദ്യം നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നീട് അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അറിയണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി റിസർവാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ സെക്ഷൻ 17 ആക്ടിലെ 17 അനുസരിച്ച് 17th സെക്ഷൻ അനുസരിച്ച് ബാങ്ക് എന്ത് ചെയ്യണം? ബാങ്കിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം.
റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആ റിസർവിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതിനൊരു പരിധിയുണ്ട്. എന്താണ് പരിധി? അതിൻ്റെ ഈ റിസർവ് 25 ഓരോ വർഷത്തെ പ്രോഫിറ്റിൻ്റെയും 25% മാറ്റിവെച്ച് നമ്മുടെ ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ അത്രയും ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ലിമിറ്റ്, അതാണ് മാക്സിമം എന്ന് പറയുന്നത്. അതുവരെ നമ്മളെല്ലാ വർഷവും എന്ത് ചെയ്യണം, നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ ആ വർഷം കിട്ടിയ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, പേര് പറയുന്ന പോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നുള്ള പേരിലാണ് വരേണ്ടത്. എവിടെയാണ് ഏത് ഹെഡിലാണ് വരേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഇവിടെ ഒരു ഹെഡ് വരുന്നുണ്ട്. ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിലാണ്. നേരത്തെ നമ്മൾ പഠിച്ചു, അത് മാറ്റിവെക്കുന്നത് എവിടെയാണ്, അപ്രോപ്രിയേഷൻസ് എന്നുള്ള ഹെഡിലാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റിവെക്കുന്നത് അല്ലേ. അപ്രോപ്രിയേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ പ്രോഫിറ്റ് കഴിഞ്ഞ് അപ്രോപ്രിയേഷൻ എന്നുള്ള ഹെഡിൽ നമ്മൾ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% നമ്മൾ മാറ്റിവെക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ് എന്നുള്ള ഹെഡിൽ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നുള്ള കാര്യം കൂടി വരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയാൻ കാരണം. രണ്ടാമത്തത് ക്യാഷ് റിസർവ്, CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് പറയുന്നത്. CRR എന്നാണ് നമ്മൾ പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ത് ചെയ്യണം, ഒരു സർട്ടൻ പെർസെൻറ്റേജ് ബാങ്കിൻ്റെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് CRR ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സും അല്ലെങ്കിൽ എല്ലാ കൊമേഴ്സ്യൽ ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സും അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ, എന്താ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സമയം പറഞ്ഞിട്ടുള്ള ഡെപ്പോസിറ്റ്, 1 month, 3 months, 1 year, 2 year എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈം ഡെപ്പോസിറ്റ്സ്. ദെൻ എന്താണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, SBI അക്കൗണ്ടിലൊക്കെ പൈസ ഉള്ളത് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പൈസ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ പൈസ എടുത്ത് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ബാങ്കിനെ വിശ്വസിക്കുന്നതിൻ്റെ ഇപ്പം ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമേരിക്കൻ ബാങ്കിങ് സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആണെന്ന് പറയുന്നു. കാരണം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴായാലും ഡെപ്പോസിറ്റ്സിൻ്റെ റിസർവ് പ്രൊവൈഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേക സംവിധാനം നമ്മൾ പാലിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബാങ്കിങ് സ്ട്രക്ചർ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ എന്താണ് ഈ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് മാറ്റിവെക്കണം. സാധാരണ ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3 to 15% ആണ്. 3 മുതൽ 15% വരെ CRR ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലെങ്കിൽ 3 മുതൽ 15% വരെയുള്ള അത്രയും അത്രയും വേരിയേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 3%, അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 15% ആണ്. ഇത്രയും പരിധിയിലടക്കമുള്ള വേരിയേഷൻസ് വരാം. ഇത് RBIയും ഗവൺമെൻറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നു, റേറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ CRR ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ കറണ്ട് CRR നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള അറ്റ് പ്രസൻറ്റ് CRR 6% എന്നാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, ടെക്സ്റ്റ് കുറച്ച് നേരത്തെ പ്രിൻറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോഴത്തെ CRR എന്ന് പറയുന്നത് 2020 CRR എന്ന് പറയുന്നത് 3% ആണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് CRR 3%. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കുട്ടികളുടെ അറിവിലേക്കായിട്ട് വേണ്ടി പറഞ്ഞാണ്. 3% കറണ്ട് CRR എത്ര പെർസെൻറ്റേജാണെന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് സാധാരണ ഉണ്ടാവാറില്ല. എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞാണ് കറണ്ട് CRR എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ എന്താണ് CRR? നമ്മുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ ക്യാഷ് ലിക്വിഡായിട്ട് നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ലിക്വിഡ് റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിസർവിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ആ ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3% മുതൽ 15% വരെ ആകാം അല്ലേ. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 3% ആണ്. അടുത്തത് മൂന്നാമത്തെ പോയിൻ്റാണ് സ്പെഷ്യൽ ഐറ്റംസിലെ മൂന്നാമത്തെ പോയിൻ്റ് SLR ആണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ.
അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആണ്, നിയമപരമാണ്, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 24 ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, every bank should maintain a minimum certain percentage in cash, gold and securities, an amount not less than 25%, അല്ലെങ്കിൽ മിനിമം 25%. എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യണം, അവരുടെ എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യണം, മിനിമം 25% ക്യാഷായിട്ടും ഗോൾഡായിട്ടും സെക്യൂരിറ്റീസൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിൻ്റെയാണ്? ഓഫ് ദെയർ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഇൻ അഡീഷൻ ടു ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നേരത്തെ നമ്മളൊരു ക്യാഷ് റിസർവ് പറഞ്ഞു, ഒരു 3% ലിക്വിഡ് ക്യാഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കൂടാതെ ഒരു ബാങ്ക് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും എന്ത് ചെയ്യണം, അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, അത് മിനിമം എത്രയാവണം, 25% എങ്കിലും വേണം. നോട്ട് ലെസ് ദാൻ 25%, അത് മിനിമം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മിനിമം 25% എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെയൊക്കെ ആവാം, അത് ഡിമാൻഡ് ഡെപ്പോസിറ്റായിട്ടും ടൈം ലയബിലിറ്റീസൊക്കെ ആയിട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടൈം ലയബിലിറ്റീസിൻ്റെയും ഒരു 25% മിനിമം എന്നുള്ള രീതിയിൽ ക്യാഷ്, ഗോൾഡ്, സെക്യൂരിറ്റീസൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിൽ മാറ്റങ്ങൾ വരുത്താം, ഈ പോളിസീസിൽ മാറ്റങ്ങൾ വരുത്താം. ചില സമയത്ത് ഗവൺമെൻറ്റിന് ഇത് ഒഴിവാക്കി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഈ ഒരു മണി ഇൻ സർക്കുലേഷൻ കുറേ, ഈ SLR, CRR എന്നൊക്കെ പറയുന്നത് RBIയുടെ ഒരു ക്രെഡിറ്റ് കൺട്രോൾ പോളിസിയാണ്, ഒരു ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്കതിപ്പോൾ പഠിക്കാനില്ല, കുട്ടികൾ ചിലപ്പോൾ +2 പഠിച്ചിട്ടുണ്ടാവും. RBIയുടെ ഫങ്ഷൻസൊക്കെ പഠിക്കുമ്പോൾ അതിലുണ്ട്, എന്താണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ മണി ഇൻ സർക്കുലേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI ഉപയോഗിക്കുന്ന ചില ഫങ്ഷൻസിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ചില സമയത്ത് ഇത് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉള്ള റൈറ്റ് ഗവൺമെൻറ്റിനും ബാങ്കിനൊക്കെ ഉണ്ട്, RBIക്കൊക്കെ ഉണ്ട് അല്ലേ. മിനിമം 25% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് 25%-നൊക്കെ താഴെയാണ് എന്നാണ് പറയുന്നത്. 18%, 18.5% ഒക്കെയാണ് ഇപ്പോൾ റിയൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഇതുപോലെ തന്നെ എഴുതുക. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 25% അവർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിൻ്റെയാണ്? ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ 25% SLR ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ സാധാരണ കുട്ടികൾക്ക് തെറ്റുന്നൊരു കാര്യമുണ്ട്, SLRും സ്റ്റാറ്റ്യൂട്ടറി റിസർവും ഒന്നാണെന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% മാറ്റേണ്ടത്. ഒന്നാമത്തായിട്ടായിട്ട് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് സംസാരിച്ചല്ലോ ആദ്യം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മാറ്റിവെക്കുന്നത്. രണ്ടാമത്തെ CRR എന്ന് പറയുന്നത് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. മൂന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR, അവിടെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. SLR ആണെങ്കിൽ നമ്മൾ അതും എന്തിൻ്റെ മുകളിലാണ്, ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ മുകളിലാണ്. നേരത്തെ മാറ്റിവെച്ച CRRന് പുറമെ ഒരു മിനിമം 25% മാറ്റിവെക്കണം എന്നാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്, നന്നായിട്ട് പഠിക്കുക. ഫോർത്ത് പോയിൻ്റ്, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കർ കസ്റ്റമർക്ക് വേണ്ടി ഒരുപാട് പേയ്മെൻറ്റ് കണ്ടീഷൻസ് നടത്തുന്നുണ്ട്. പേയ്മെൻറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയുന്ന ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, ഡ്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ ട്രാവലേഴ്സ് ചെക്ക്, സർക്കുലർ പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ പേ ഓർഡേഴ്സ്, അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് ഫങ്ഷൻസ് ബാങ്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം പേയ്മെൻറ്റ്സിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. ഇത്തരം പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിൽ വേണം നമ്മൾ പെടുത്തേണ്ടത്. അഞ്ചാമത്തെ പോയിൻ്റ്, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നാണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ
ബ്രാഞ്ചുകൾ തമ്മിൽ ഇപ്പോൾ നമുക്കറിയാലോ ബാങ്കുകൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. ഈ ബ്രാഞ്ചസ് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ളതായിരിക്കാം, അസറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതായിരിക്കാം. അപ്പോൾ കിട്ടാനുള്ളതാണെങ്കിൽ അത് അതർ അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിലും, കൊടുക്കാനുള്ളതാണെങ്കിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിലാണ് കാണിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് അസറ്റ് ആണെങ്കിൽ അത് അതർ അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിലും, ലയബിലിറ്റീസ് ആണെങ്കിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്നുള്ള ഹെഡിങ്ങിലാണ് അത് വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ആറാമത്തെ മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ്. ഇത് മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വളരെ ഷോർട്ട് പീരീഡിലേക്കുള്ള ഒരു ലോണിനെയാണ് നമ്മൾ മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ സാധാരണഗതിക്ക് നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഗവൺമെൻറ് ലോണുകൾ, ഗവൺമെൻറ് ഓഫീസസ്, മറ്റ് ബാങ്കുകൾ, മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളൊക്കെ കടമെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ദിവസത്തേക്കൊക്കെ കടം വാങ്ങിക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതിന് നമ്മൾ മണി അറ്റ് കോൾ എന്നാണ് പറയുന്നത്. സാധാരണ ഒരു ദിവസത്തേക്കുള്ള അഡ്വാൻസസ് നമ്മൾ മണി അറ്റ് കോൾ എന്ന് പറയുന്നു. ഒരു ദിവസം മുതൽ 7 ദിവസം വരെയുള്ള ലോണുകളെ നമ്മൾ എന്തായിട്ട് പറയുന്നു, മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നു. ഇപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, മറ്റ് ബാങ്കുകളൊക്കെ 7 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കൊക്കെ അഡ്വാൻസസ് വാങ്ങിക്കുന്ന സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ മണി അറ്റ് ഷോർട്ട് നോട്ടീസ്. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുന്ന, സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്ന, അഡ്വാൻസ് ചെയ്യുന്ന പ്രൊസീജിയറും നിലവിലുണ്ട്. അതിനെയും നമുക്ക് എന്തായിട്ട് പറയാം, ഈ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് അല്ലെങ്കിൽ മണി അറ്റ് കോൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ബാങ്കിൻ്റെ അഡ്വാൻസസ് ആണ്. ബാങ്ക് സാധാരണയായിട്ട് ഒരു ദിവസത്തേക്ക് കൊടുക്കുന്ന അഡ്വാൻസസ് ഒക്കെ ആണെങ്കിൽ അതിനെ മണി അറ്റ് കോൾ എന്ന് പറയുന്നു. ദെൻ ഒരു ദിവസം മുതൽ 7 ദിവസം വരെയുള്ള ലോണുകളെയാണ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരം ബാലൻസസ് അല്ലെങ്കിൽ ഇത്തരം ഐറ്റംസ് വരുന്നത് ഇത്തരം ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുന്നത് ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ് എന്നുള്ള ഹെഡിലാണ്. ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ് എന്നുള്ള ഹെഡിലാണ് ഇത് വരുന്നത്. ഇനി അടുത്ത 7ാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ്ങാണ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നുള്ള പോയിൻ്റാണ്. പക്ഷേ ഇവിടെ അഡ്വാൻസസ് എന്നുള്ള ഹെഡിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലോൺ എന്ന് പറയുന്നത്. ലോൺസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസസിനെയാണ് നമ്മൾ സാധാരണ ലോൺ എന്ന് പറയുന്നത്. ഇപ്പം 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഒരു ഫിക്സഡ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷം, അതിൻ്റെ ഫിക്സഡ് എമൗണ്ട് നമ്മൾ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത്തരം കാര്യത്തിനാണ് ലോൺ എന്ന് പറയുന്നത്. ഇനി ചില കേസുകളിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആവണമെന്നില്ല, ഫ്ലോട്ടിംഗ് റേറ്റ് ആവാം. ഇപ്പോൾ നമ്മൾ ഹൗസിംഗ് ലോൺ 10 വർഷത്തേക്ക്, 15 വർഷത്തേക്ക്, 5 വർഷത്തേക്കൊക്കെയുള്ള ഹൗസിംഗ് ലോൺ ആണെങ്കിൽ അതിനെ നമ്മൾ ലോൺ എന്ന് പറയുന്നത്. കാരണം ഫിക്സഡ് പീരീഡാണ്, 5 വർഷമോ 10 വർഷമോ 15 വർഷമോ ഫിക്സഡ് പീരീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവൈലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് RBI പറയുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ RBI ഫിക്സ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ലോണിൻ്റെ അല്ലെങ്കിൽ അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അവർക്ക് ചാർജ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്തരം ലോണുകളെ നമ്മൾ അല്ലെങ്കിൽ അത്തരം അഡ്വാൻസസിനെ നമ്മൾ ലോൺ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ലോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമേഴ്സിൻ്റെ ലോണ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ലോണാണെങ്കിൽ അത് ഫിക്സഡ് പീരീഡിലേക്കായിരിക്കും മിക്കവാറും ലോണ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോണ് ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ആ മുഴുവൻ തുകയും ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആദ്യത്തെ ഘട്ടം 2 ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിക്കുന്നതെങ്കിൽ ആ 2 ലക്ഷം രൂപ ഒന്നിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്ത അന്നു മുതൽ നമുക്ക് ലോണിൻ്റെ ആ 2 ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. നമ്മൾ വിഡ്രോ ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്നാണോ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത് അന്നു മുതൽ നമ്മളത് ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അന്നു മുതൽ നമ്മൾ ആ തുകയ്ക്ക് മുഴുവൻ എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെയാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. ബി പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സുകാരെടുക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിനെയാണ് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഒരു സെക്യൂരിറ്റി 1-2 സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഷുവർട്ടീസിനൊക്കെ കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകളെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, തിയറി ആയിട്ടാണ് പറയുന്നത് എന്താണ്
ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടറായിട്ട് ഒരാൾ നിൽക്കുക, ഷുവർട്ടി ആയിട്ട് ഒരാൾ പ്രൊവൈഡ് ചെയ്യാം, സാലറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ തിയറിയാണ്. ശരിക്ക് റിയലി അല്ലെങ്കിൽ സാധാരണ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ അത് ബിസിനസ്സുകാരെടുക്കുന്ന ലോണാണ്. അതിനുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മിക്കവാറൊക്കെ ഗ്യാരണ്ടിയൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്. അത് 2-3 പ്രത്യേകതകൾ അതിനുണ്ട്. ഒന്ന്, ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന ഒരു ലോണാണ്. 2, വർഷാവർഷങ്ങളിൽ അത് റിന്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലോണാണ്. 3, വിഡ്രോ ചെയ്ത എമൗണ്ടിന് മാത്രം, അത് ഒരു എന്താ പറയുക, ഓവറായിട്ട് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റുള്ള ഒരു ലോൺ തന്നെയാണ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വിഡ്രോ ചെയ്ത എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായാലോ? നമ്മൾ നമ്മുടെ എത്ര രൂപ ലോൺ എടുത്തു എന്നുള്ള അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തു എന്നുള്ള ബേസിലല്ല, നമ്മൾ റിയലി എത്ര രൂപയാണ് വിഡ്രോ ചെയ്ത എമൗണ്ടിന് മാത്രം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ക്യാഷ് ക്രെഡിറ്റിനുള്ളത്. ലൈക്ക് എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് കേട്ടോ. ഓവർ ഡ്രാഫ്റ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ടേംസ് ക്യാഷ് ക്രെഡിറ്റിൽ ഉപയോഗിക്കുന്നു ഓവർ ഡ്രാഫ്റ്റിന് വെച്ച് നോക്കുമ്പോൾ. അടുത്തത് ഓവർ ഡ്രാഫ്റ്റാണ്. ക്യാഷ് ക്രെഡിറ്റ് പോലൊക്കെ തന്നെയാണ് ഓവർ ഡ്രാഫ്റ്റ്. പക്ഷെ നമുക്ക് 1-2 കണ്ടീഷൻ ഉണ്ട്. അതിൽ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് തന്നെയാണ് ഓവർ ഡ്രാഫ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബിസിനസ്സുകാരെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ഓവർ ഡ്രാഫ്റ്റ്. ക്യാഷ് ക്രെഡിറ്റും സാധാരണ അത്തരം കസ്റ്റമേഴ്സിന് തന്നെയാണ് അലോ ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റും എന്താണ്, ബിസിനസ്സുകാരെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോൺ ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. വിഡ്രോ ചെയ്ത എമൗണ്ടിന് മാത്രമേ ഓവർ ഡ്രാഫ്റ്റിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്യാരണ്ടിയൊക്കെ ആയിട്ട് സെക്യൂരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ വിത്തൗട്ട് സെക്യൂരിറ്റി അലൗ ചെയ്യുന്നൊക്കെ വിത്തൗട്ട് സെക്യൂരിറ്റി അലൗ ചെയ്യുന്നൊക്കെ ബാങ്കർ തിയററ്റിക്കലി പറയുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. നമുക്ക് തിയറി പഠിക്കുമ്പോൾ നമുക്ക് പറയാം എന്താണ്, വിത്തൗട്ട് സെക്യൂരിറ്റി ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പം ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാരാണ് എടുക്കുന്നത്. സാധാരണ നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ നോക്കി ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ബാങ്ക് നോക്കി വേണമെങ്കിൽ എന്താണ് വിത്തൗട്ട് സെക്യൂരിറ്റീസ് അലൗ ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിയറി വേണമെങ്കിൽ അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കലി കണ്ടിട്ടുള്ള സെക്യൂരിറ്റി ഓറിയൻറ്റഡ് ലെൻഡിങ് തന്നെയാണ് നമ്മുടെ ബാങ്കുകൾ നടത്തുന്നത്. ഡി പോയിൻ്റ് എന്ന് പറയുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡ് ആണ്. ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ബിൽ ഡിസ്കൗണ്ടഡ്. ബില്ലെന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ബില്ലെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. അത്തരം ബില്ലുകൾ നേരത്തെ പൈസ റിക്കവറി ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുകയും ആ പൈസ ബാങ്ക് എന്ത് ചെയ്യുന്നു, അത് നേരത്തെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഒരു ഇൻകമായിട്ട് ബാങ്കിന് ഡിസ്കൗണ്ട് ബാങ്കിൻ്റെ ഇൻകമായിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഈ ലാസ്റ്റ് പോയിൻ്റ് ബിൽ ഡിസ്കൗണ്ടഡ് കഴിഞ്ഞാൽ ബിൽ പർച്ചേസ്ഡ് ആണ്. ബില്ല് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് പകരം പർച്ചേസ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്ത് വാങ്ങുന്നു ബാങ്ക്. അതായത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാതെ ബില്ലത് പർച്ചേസ് ചെയ്യുന്നു ബാങ്കർ. പർച്ചേസ് ചെയ്യുമ്പോൾ ബാങ്കർ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അപ്പം ബാങ്കിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബാങ്കർ എന്ത് ചെയ്യുന്നു, ചെറിയ പൈസക്കായിരിക്കും ഇത് വാങ്ങുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു സർട്ടൻ മാർജിൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക അത്തരം കേസുകൾ. 8ാമത്തെ പോയിൻ്റ് നോൺ ബാങ്കിങ് അസറ്റാണ്. നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കർ ലോണൊക്കെ കൊടുത്തിട്ട് റീപേയ്മെൻറ്റ് അരിയർ വരുത്തിയിട്ടുള്ള ആളുകളുണ്ടാവും. ലോണിന് അരിയർ വരുത്തിയിട്ടുള്ള ആളുകളുടെ അസറ്റുകൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, ടേക്ക് ഓവർ ചെയ്യുന്നു. ബാങ്ക് പിടിച്ചെടുക്കും അത്തരം അസറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോൺ ബാങ്കിങ് അസറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിൾ ലോൺ, വാഹനത്തിന് ലോൺ കൊടുത്തു. ആ ലോൺ എടുത്തിട്ടുള്ള പാർട്ടി അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോട്ടീസൊക്കെ കൊടുത്തിട്ടും ബാങ്കർ അത് അയാൾ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ബാങ്കർക്ക് ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്ത് അതിൻ്റെ ഓണർഷിപ്പ് കൈവശപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ഓണർഷിപ്പ് കൈവശപ്പെടുത്തിയിട്ടുള്ള അസറ്റിനെയാണ്, അത് മൂവബിളോ ഇമ്മൂവബിൾ ആവാം. മൂവബിൾ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസ് ആവാം, ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ ആവാം. അത്തരം പ്രോപ്പർട്ടീനെയാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നോൺ ബാങ്കിങ് അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അതർ അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിലാണ്
നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ് പെടുത്തേണ്ടത് 7 വർഷം വരെയൊക്കെയാണ് നമ്മൾ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. ബാങ്കർ 7 വർഷത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യണം ബാങ്കർ. അപ്പോൾ നോൺ ബാങ്കിങ് അസറ്റ് 7 വർഷം വരെ കൈവശം വയ്ക്കാം, 7 വർഷത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. അതാണ് റൂള്. 9ാമത്തെ പോയിന്റ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയാണ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ലയബിലിറ്റി വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ. അത്തരം ലയബിലിറ്റിയാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നമ്മൾ ബാലൻസ് ഷീറ്റിന് താഴെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫുട് നോട്ട് പോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 10ാമത്തെ ഐറ്റം ബിൽസ് ഫോർ കളക്ഷൻ. നമുക്ക് കളക്ഷന് വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സ് ചെക്കുകളോ ബില്ലുകളോ ഡ്രാഫ്റ്റുകളൊക്കെ തരാം. അത് എന്ത് ചെയ്യാം, അത് നമ്മളത് കളക്ട് ചെയ്യുകയും അത് ബിൽസ് ഫോർ കളക്ഷൻ എന്നുള്ള പേരിൽ ഫുട് നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഇത്രയാണ് 10 പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് അടക്കമുള്ള പ്രോബ്ലംസിലേക്ക് കിടക്കുകയാണ്. അതാണ് ഫൈനലായിട്ട് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ചാലാണ് ബാങ്കിൻ്റെ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.